വെള്ളാട്ട് ഗവൺമെന്റ് എൽ.പി. സ്കൂളിനായി നിർമ്മിക്കുന്ന കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപന കർമ്മം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി. ശിവൻകുട്ടി ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. കേരള സർക്കാർ കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് വെള്ളാട്ട് ഗവൺമെന്റ് എൽ.പി. സ്കൂളിന് 1,47,00,000 രൂപ ചെലവഴിച്ച് കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നത്. ഇതിന്റെ ശിലാസ്ഥാപന കർമ്മം ഓൺലൈൻ വഴി പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി. ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മറ്റൊരു വലിയ ചുവടുവയ്പ്പാണ് ലോക നിലവാരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഓരോ സ്കൂളിലും ഉറപ്പാക്കുക എന്നതാണ് നമ്മുടെ നയം. സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്കും മികച്ച വിദ്യാഭ്യാസം ലഭിക്കുമെന്ന് ഉറപ്പാക്കുവാൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ഏജൻസിയിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം നിശ്ചിത സമയത്തിലൂടെ തന്നെ പൂർത്തീകരിക്കാൻ കഴിയട്ടെ. വിദ്യാലയങ്ങളുടെ വികസനത്തിൽ പ്രാദേശിക ഭരണകൂടത്തിന്റെയും വീഴ്ചയുടെയും സഹകരണം ഏറെ പ്രശംസനീയമാണ്. വരും തലമുറയെ കൂടുതൽ കരുത്തുള്ളവരാക്കി മാറ്റുവാൻ ഈ പുതിയ സൗകര്യങ്ങൾ വഴിയൊരുക്കട്ടെ. ഈ സ്വപ്ന പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ബഹുമാനപ്പെട്ട എം.എൽ.എക്കും പ്രത്യേക അഭിനന്ദനം. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എം. രാജഗോപാലൻ എം.എൽ.എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി. പ്രകാശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. രാജു, കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MPV ജാനകി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. വിദ്യ, സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, P. ശശിധരൻ, NV രാമചന്ദ്രൻ, CV വിജയരാജ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K. രവീന്ദ്രൻ, TV മധു ചെറുവത്തൂർ, AO രമേശൻ പുന്നത്തിരിയൻ, VV സുബ്രഹ്മണ്യ, A. മഞ്ജുഷ തുടങ്ങിയവർ സംസാരിച്ചു. 36 വർഷത്തെ അധ്യാപക സേവനത്തിന് ശേഷം വിരമിക്കുന്ന K. സജിത ടീച്ചർക്ക് ചടങ്ങിൽ സ്നേഹോപഹാരം നൽകി. പ്രധാന അധ്യാപിക K. റീത സ്വാഗതവും PTA പ്രസിഡന്റ് KC സുനിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.